കോട്ടയത്തെ CMS കോളേജിനടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ നിന്നും ഒരു പ്രൈവറ്റ് ബസ്സിൽ ഞാൻ കയറി. കുമരകത്തേക്കാണ് ഇന്നെൻ്റെ യാത്ര. കുമരകത്തെ ബോട്ട് ജാട്ടിയിൽ ചെന്ന് വേമ്പനാട്ട് കായൽ കടന്ന് മുഹമ്മയിലേക്കാണ് ഞാൻ പോകുന്നത്. അവിടെ നിന്ന് ആലപ്പുഴയ്ക്ക് പോകാം. കോട്ടയം ടൗണിനടുത്ത് താഴത്തങ്ങാടിയിലെ ഇല്ലിക്കൽ പാലം കടന്ന് വലത്തേക്കുള്ള റോഡിലൂടെ 1 കിലോമീറ്റർ മുന്നോട്ട് പോയാൽ ഇരുവശത്തും 100 മേനി സൗന്ദര്യം വിളയുന്ന പച്ചപ്പാടങ്ങൾ കാണാം. ഇതുവഴി ചേർത്തലയ്ക്കും വൈക്കത്തിനും മറ്റും പോകുന്ന ബസ്സുകൾ കോണത്താറ്റ് പാലത്തിന് മുൻപിൽ യാത്ര അവസാനിപ്പിക്കും. പാലം പണി പൂർത്തിയായെങ്കിലും അപ്രോച്ച് റോഡിൻ്റെ പണി ഇഴഞ്ഞു നീങ്ങുകയാണ്. അതുകൊണ്ട് ബസ് യാത്രക്കാർക്ക് അവിടെ ഇറങ്ങി നടന്ന് പാലത്തിനപ്പുറത്ത് ചെന്ന് വീണ്ടും ബസ് പിടിക്കേണ്ടി വരുന്നു. ഓട്ടോറിക്ഷയും കാറും മറ്റു ചെറുവാഹനങ്ങളും മറ്റൊരു വഴിക്ക് പാലത്തിനപ്പുറം ചെന്ന് യാത്ര തുടരും. ഞാനും എൻ്റെ 2 സുഹൃത്തുക്കളും ചേർന്ന് ഒരു ഓട്ടോ പിടിച്ച് കുമരകം ജെട്ടിയിലേക്ക് പോയി. ബോട്ടുകളുടെ സമയക്രമം അറിയിച്ചുകൊണ്ട് ഒരു ബോർഡ് അവിടെയുണ്ട്. മുഹമ്മയിൽ നിന്നുള്ള ബോട്ടെത്താൻ ഉച്ചയ്ക്ക് 1:15 ഇപ്പോൾ 12 മണിയേ ആയിട്ടുള്ളൂ. ഊണ് കഴിച്ചാലോ എന്ന് ഞാൻ ചിന്തിച്ചു. ഞങ്ങൾ വീണ്ടും ഒരു ഓട്ടോ പിടിച്ച് അടുത്തുള്ള ഫാമിലി റെസ്റ്റോറൻറ്റിലേക്ക് വിട്ടു. ഇനിയിപ്പോൾ ഒരു ഊണ് കഴിക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ കരിമീൻ പൊള്ളിച്ചത്, ഇത് ഞണ്ട് റോസ്റ്റ്, ഇതൊരു ബീഫ് ഫ്രൈ, പിന്നൊരു വരാൽ, നമ്മുടെ നാടൻ മീനാണ്. അധികം കേരളത്തിലിപ്പോൾ ഇല്ലാത്തതാണ്, വളരെ അപൂർവം. ഇതെല്ലാം ഞാൻ ഒറ്റയ്ക്ക് കഴിക്കുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. ഇതോടെ ഫ്രണ്ട്സുണ്ട്, ഞങ്ങൾ ഒരുമിച്ചാണ് ഇത് കഴിക്കാൻ പോകുന്നത്. ഏതായാലും നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം, എങ്ങനെ ഉണ്ടാവും നോക്കാം. പിന്നെ ടേസ്റ്റ് നോക്കാം. റെസ്റ്റോറൻറ്റ് കൊള്ളാം, അത് നമുക്കിനി കഴിച്ചു തുടങ്ങാം. ഞങ്ങൾ ലഞ്ചും കഴിച്ച് തിരിച്ചെത്തിയപ്പോൾ ജലഗതാഗത വകുപ്പിൻ്റെ സർവീസ് ബോട്ട് ജെട്ടിയിലേക്ക് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. കനാൽ നിറയെ കുളവാഴകൾ നിറഞ്ഞു കിടക്കുന്നു. ബോട്ടിനുള്ളിൽ സ്കൂട്ടറുകളും ബൈക്കുകളും കൊണ്ടുവരാമെന്നുള്ളത് എനിക്ക് പുതിയ അറിവായിരുന്നു. ഇനിയാണ് കൗതുകമുള്ള കാഴ്ച. ഇത്രയും നീളമുള്ള യാത്രാ ബോട്ടിനെ വീതി കുറഞ്ഞ ഈ കനാലിൽ നിർത്തിത്തിരിക്കുന്നു. ചെറിയ റോഡിൽ വലിയ ലോറിയെ തിരിക്കും പോലെ ബോട്ടിൻ്റെ ഗതി തിരിക്കുന്നത് കണ്ടോ? ഞങ്ങൾ 3 പേർക്കും സൈഡ് സീറ്റ് തന്നെ കിട്ടി. കുമരകം മുഹമ്മ റൂട്ടിലെ ഒരു ബോട്ട് യാത്രയ്ക്കും നിറയെ യാത്രക്കാരില്ല എന്ന് സ്റ്റാഫ് പറഞ്ഞു. എങ്കിലും ഈ സർവീസ് ഇപ്പോഴും മുടങ്ങാതെ നടത്തി വരുന്നുണ്ട്. മുഹമ്മയിലേക്കും തിരിച്ച് കുമരകത്തേക്കും വെറും 16 രൂപയേ ഉള്ളൂ ടിക്കറ്റ് ചാർജ്. 10 വർഷത്തെ പഴക്കമുണ്ട് ഈ ബോട്ടിന്. ഡ്രൈവർ തറനിരപ്പിലെ പലക മാറ്റി താഴേക്കിറങ്ങി ബോട്ട് സ്റ്റാർട്ട് ചെയ്തു. കനാലിൽ നിർത്തിയിട്ടിരുന്ന ഹൗസ് ബോട്ടുകളെ പിന്നിലാക്കി ഞങ്ങളുടെ ബോട്ട് പതിയെ വേമ്പനാട്ട് കായലിലേക്ക് ഇറങ്ങി. ഇടതുവശത്തെ ഇലകൊഴിഞ്ഞ പൂമരക്കൊമ്പിൽ മീനുകൾ പൊങ്ങി വരുന്നതും കാത്ത് നിരനിരയായിരിക്കുന്ന നീർപക്ഷികളെ കാണാം. ഇനി 45 മിനിറ്റ് നീണ്ട യാത്രയാണ്. വേമ്പനാട്ട് കായലിൻ്റെ വിരിമാറിലൂടെ കിഴക്ക് നിന്നും നേരെ പടിഞ്ഞാറോട്ട് ഒരു അലസഗമനം. ബോട്ട് പതുക്കെയാണ് പോകുന്നത്. യാത്രക്കിടെ ബോറടിക്കുന്നുവെങ്കിൽ
അതിനൊരുപായമാണ് ബോട്ടിനുള്ളിൽ ഒഴുകുന്ന പുസ്തകശാല. യാത്രക്കാർക്ക് ഈ കൊച്ചു ലൈബ്രറിയിൽ നിന്നും പുസ്തകങ്ങൾ എടുത്ത് വായിക്കാം. വീട്ടിൽ കൊണ്ടുപോകാൻ പാടില്ല. ഐഡിയ കൊള്ളാം അല്ലേ? 2 വർഷമേ ആയുള്ളൂ ഈ പദ്ധതി തുടങ്ങിയിട്ട്. ആര് തുടങ്ങിയാലും അദ്ദേഹത്തിനിരിക്കട്ടെ എൻ്റെ സ്നേഹം നിറഞ്ഞ ഈ പൂച്ചെണ്ട്. യാത്രക്കിടയിൽ കഴുക്കോൽ അടിത്തട്ടിലേക്ക് ആഴ്ന്നിറക്കി അതിൽ പിടിച്ച് താഴേക്കിറങ്ങി കക്ക വാരുന്ന ചിലരെ കാണാം. അവർ വെള്ളക്കക്കയും കറുത്ത കക്കയും കുട്ടയിൽ കോരി നിറച്ച് മണ്ണ് കുടഞ്ഞു കളഞ്ഞ് മുകൾ തട്ടിലേക്ക് ആയാസപ്പെട്ട് ഉയർന്നു വരും. ഇടതുവശത്ത് കുറച്ച് ദൂരെയായി വെളുത്ത ഒരു ബോട്ട് വരുന്നുണ്ട്. സി കുട്ടനാട് പാക്കേജിൻ്റെ ഭാഗമായി ജലഗതാഗത വകുപ്പ് നടത്തുന്ന വേഗ എന്ന ബോട്ട് പാതിരാമണലിലേക്ക് പോവുകയാണ്. മുഹമ്മയിലെത്തുന്നതിന് മുൻപായി വലതുവശത്ത് 28.505 ഹെക്ടർ വിസ്തൃതിയുള്ള പാതിരാമണൽ എന്ന ദ്വീപ് ഞങ്ങൾ കണ്ടു. അനന്തപത്മനാഭൻ തോപ്പ് എന്നും ഈ ദ്വീപിന് പേരുണ്ട്. ഒരുപാട് ദേശാടന പക്ഷികൾ വിരുന്നു വരുന്ന ഇടമാണിത്. കുട്ടനാടിൻ്റെ ഒരു പതിപ്പ് എന്ന് പറയാം. പുറത്ത് നല്ല വെയിലാണ്. വെയിലിന് നല്ല ചൂടാണ്. പക്ഷേ കായൽക്കാറ്റിന് അത്ര ചൂടില്ല. അത്രയും ആശ്വാസം. ഞങ്ങളുടെ ബോട്ട് മുഹമ്മ ജട്ടിയിൽ എത്തിയിരിക്കുന്നു. കുമരകത്തേക്കുള്ള മടക്കയാത്രയ്ക്ക് ആളുകൾ ആരും തന്നെ കാത്തു നിൽക്കുന്നതായി കണ്ടില്ല. ഇനി അരമണിക്കൂർ ഇവിടെ റെസ്റ്റുണ്ട് എന്നതാവാൻ കാരണം. ഡീസൽ നിറയ്ക്കണം, സ്റ്റാഫിന് ഊണ് കഴിക്കണം, എന്നിട്ട് യാത്ര തുടരും. മുഹമ്മ ജട്ടിയിൽ നിന്ന് നോക്കിയാൽ പാതിരാമണൽ കാണാം. ഇവിടെ നിന്ന് അങ്ങോട്ട് ദിവസവും പ്രത്യേക സർവീസുണ്ട്. പക്ഷേ 1000 രൂപ കൊടുക്കണം. 10 പേർക്ക് അതിൽ പോകാം. സ്റ്റാഫിൽ ഒരാൾ ബോട്ടിനടിയിലേക്ക് ഇറങ്ങുന്നത് കണ്ടു. പ്രൊപ്പല്ലറിൽ കുടുങ്ങുന്ന പായലോ ചാക്ക് കഷ്ണമോ പ്ലാസ്റ്റിക്കോ വിടർത്തി മാറ്റുന്നതിന് വേണ്ടിയാണ് ആ മനുഷ്യൻ കഷ്ടപ്പെടുന്നത്. ഇത്തരം മാലിന്യങ്ങൾ വേമ്പനാട്ട് കായലിൽ ദിനംപ്രതി നിക്ഷേപിക്കപ്പെടുന്നുവെന്ന് നാട്ടുകാരിൽ ഒരാൾ പറഞ്ഞു. വിശാലവും സ്വച്ഛവുമായ നമ്മുടെ കായലുകൾ, അനവധി ജനജീവിതം പുലരുന്ന തണ്ണീർത്തടങ്ങൾ, അവയെ മലിനമാക്കാതിരിക്കുക. അതുമാത്രമേ അങ്ങനെ ചെയ്യുന്നവരോട് എനിക്ക് പറയുവാനുള്ളൂ. കുമരകത്തെ അപേക്ഷിച്ച് ഫാർ ബെറ്ററാണ് മുഹമ്മ ജട്ടിയിലെ സൗകര്യങ്ങൾ. തരക്കേടില്ലാത്ത കെട്ടിടം, ഇരിപ്പിടങ്ങൾ, പക്ഷെ ടോയ്ലറ്റ് അത്ര പോരാ. ഇതിനിടെ ബോട്ടിനെ കെട്ടിയിട്ടുള്ള മരക്കുറ്റികളെ ഞാൻ ശ്രദ്ധിച്ചു. എല്ലാം തെങ്ങുംതടികളാണ്. ഒരു കാലത്ത് ഒരു കുടുംബത്തെ ഒന്നാകെ പോറ്റിയിരുന്ന കൽപ്പവൃക്ഷങ്ങളായിരുന്നു തെങ്ങുകൾ. തലപോയ തെങ്ങുകളെ നമ്മുടെ നാട്ടിൽ എവിടെയും കാണാം. ഇത്തരം നെഗറ്റീവ് ചിന്തകളിൽ നിന്നും മനസ്സിനെ മുക്തമാക്കുവാൻ ഞാൻ ഏറെ പണിപ്പെട്ടു. മുഹമ്മ, ചേർത്തല, തണ്ണീർമുക്കം, ആലപ്പുഴ, കുമരകം, കുട്ടനാട്, വൈക്കം, പള്ളിപ്പുറം, അരൂർ, പാലാക്കരി, പാതിരാമണൽ, കുമ്പളങ്ങി, എറണാകുളം തുടങ്ങി എത്രയോ ടൂറിസം ഡെസ്റ്റിനേഷനുകൾ വേമ്പനാട് കായലിൻ്റെ തീരത്തുണ്ട്. ഇവിടങ്ങളിലേക്കൊക്കെയും ബോട്ടിലോ കാറിലോ പോകുവാൻ കഴിയും. സ്കൂൾ അവധിക്കാലം വരുമ്പോൾ കുട്ടികളെയും കൂട്ടി ടൂർ പോവുക. ഓരോ യാത്രയും ഓരോ അനുഭവമായിരിക്കും. ഇതിൽ പല സ്ഥലങ്ങളും നിങ്ങളും അടുത്ത് കണ്ടിട്ടുണ്ടാവില്ല. നമ്മുടെ കായലുകളെ, പുഴകളെ, വയലുകളെ, പക്ഷികളെ, ജനങ്ങളെ, ജനജീവിതത്തെ നേരിട്ട് കണ്ട് മനസ്സിലാക്കുവാൻ കുട്ടികൾക്ക് അവസരം നൽകുക. പ്രകൃതിയാണ് ഏറ്റവും വലിയ പാഠശാല, പാഠപുസ്തകവും. ഞാനെൻ്റെ യാത്ര ഇന്നിവിടെ അവസാനിപ്പിക്കട്ടെ. നിങ്ങളേവരും വ്ളോഗ് ലോകം കാണുവാൻ ശ്രമിക്കുമല്ലോ. സബ്സ്ക്രൈബ് ചെയ്യുവാനും കമൻറ്റുകൾ ഇടുവാനും മറക്കില്ലല്ലോ. ഇത് നമ്മുടെ യൂട്യൂബ് ചാനലാണ്.